രാഹുൽ ഗാന്ധിയുടെ പാർലമെൻറ്റ് അംഗത്വം റദ്ദാക്കണം. അത് ഈ സഭ തന്നെ റദ്ദാക്കണം. ആയുഷ്കാലം ഇനി രാഹുൽ ഗാന്ധി മത്സരിക്കുന്നതിൽ നിന്ന് വിലക്കുകയും വേണം. തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു കൂടാ എന്നും ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു അവകാശ പ്രമേയം അല്ല, പ്രിവിലേജ് മോഷൻ അല്ല. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് സബ്സ്റ്റാൻറ്റീവ് മോഷൻ എന്ന് പറഞ്ഞാൽ. കാരണം ഇയാളെ അയോഗ്യനാക്കാനുള്ള പ്രമേയമാണ്. വാക്കുകൾ, വരികൾ, ഇതും ഈ തെളിവില്ലാതെ ഇയാൾ പറഞ്ഞിട്ടുള്ള സകല വാക്കുകളും വരികളും പാർലമെൻറ്റിൻ്റെ നടപടികളിൽ നിന്ന് നീക്കുകയും വേണം എന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ പാർലമെൻറ്റിൽ പണ്ടൊക്കെ വളരെ അപൂർവമായിട്ടാണ് ഈ ശാസന പ്രമേയം വന്നിട്ടുള്ളത്. അത് 1997 മാർച്ചിൽ ലോക്സഭ സ്പീക്കർ PA സംഗ്മൻ ഒരു സബ്സ്റ്റാൻറ്റീവ് മോഷൻ അനുവദിച്ചിരുന്നു. അത് BJP അവതരിപ്പിച്ചതാണ്. ഉത്തർപ്രദേശിലെ രാഷ്ട്രീയ നില വച്ചിട്ട് രാഷ്ട്രീയ നില അവതാളത്തിലാക്കിയ ഗവർണർ രമേശ് ഭണ്ഡാരിയെ മടക്കി വിളിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ആ പ്രമേയം അന്ന് പാർലമെൻറ്റിൽ അവതരിപ്പിച്ച് ചർച്ച ചെയ്യുകയും വോട്ട് ചെയ്യുകയൊക്കെ ചെയ്തത്. പിന്നെ അത് പക്ഷേ വിജയിച്ചില്ല. ഈ സബ്സ്റ്റാൻറ്റീവ് മോഷൻ ഒരാൾ അവതരിപ്പിക്കുമ്പോൾ മറ്റ് പ്രമേയങ്ങൾ ആരെങ്കിലും സെക്കൻഡ് ചെയ്യണമല്ലോ, പിന്തുണയ്ക്കുകയും കൂടി വേണമല്ലോ. സബ്സ്റ്റാൻറ്റീവ് മോഷൻ ആരും പിന്തുണയ്ക്കേണ്ടതില്ല. ഇദ്ദേഹം ഇത് പ്രമേയത്തിന് നോട്ടീസ് കൊടുത്തിട്ട് സ്പീക്കർ അനുവദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യാം എന്നുള്ളതാണ്. 2005 ഇങ്ങനൊരു പ്രമേയം അവതരിപ്പിച്ചിട്ട് ഈ പാർലമെൻറ്റിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് കാശ് മേടിച്ചിട്ട് ചോദ്യങ്ങൾ, പുറത്തുനിന്ന് കാശ് മേടിച്ചിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്ന പരിപാടി, ക്യാഷ് ഫോർ ക്വറി എന്ന് പറഞ്ഞൊരു കുംഭകോണം അന്ന് ഉണ്ടായിരുന്നു, വിവാദം. അങ്ങനെ കാശ് മേടിച്ചിട്ട് പാർലമെൻറ്റിൽ നിക്ഷിപ്ത താല്പര്യങ്ങൾ ഉള്ളവർക്ക് വേണ്ടി ചോദ്യങ്ങൾ ചോദിച്ചു എന്ന് ഒരു TV ചാനലിൽ വാർത്ത വന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു 5 അംഗ സമിതിയെ നിയോഗിച്ചു അന്വേഷിക്കാൻ. പവൻകുമാർ ബൻസൽ ആയിരുന്നു കമ്മിറ്റിയുടെ അധ്യക്ഷൻ. കമ്മിറ്റി റിപ്പോർട്ട് കൊടുത്തു. 10 അംഗങ്ങൾ ഇത് ചെയ്തു എന്ന് കണ്ടു. 10 അംഗങ്ങളെ പുറത്താക്കി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.